കുമളിയിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന തീവ്രയജ്ഞവും ഹരിതകർമ്മസേനയെ ആദരിക്കലും നടത്തി പെരിയാർ ടൈഗർ റിസർവ് നടത്തിവരുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുമളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോബിൻ കാരക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 1 മുതൽ ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന വനമഹോത്സവം 2026 പരിപാടികളോടനുബന്ധിച്ചാണ് കുമളിയിൽ ജനകീയ പങ്കാളിത്തോടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന തീവ്രയജ്ഞം സംഘടിപ്പിച്ചത്. പെരിയാർ ടൈഗർ സർവീസ് ഡിവിഷൻ, കുമളി പഞ്ചായത്ത്, വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഭൂമിയുടെ നിലനിൽപ്പിന് ദോഷകരമായി ഭവിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും വായുജല മലിനീകരണങ്ങൾ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടാണ് കൂട്ടായ പ്രവർത്തനം സംഘടിപ്പിച്ചത്. പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ TU സാജോ FS അധ്യക്ഷ യോഗം കുമളി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോബിൻ കാരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വിധത്തിലുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് പ്രതിദാനം ചെയ്യുന്ന എല്ലാവരുടെയും സഹകരണ ഫലമായിട്ടാണ് നമ്മൾ മാലിന്യ സംസ്കരണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ അത് പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ടില്ല. ഇപ്പം നമുക്ക് പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങൾ, നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിയുന്ന ജൈവ മാലിന്യങ്ങളായിട്ടുള്ള മാലിന്യങ്ങൾ എല്ലാം അത് അതിൻ്റെതായ തലങ്ങളിൽ സംസ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് വസ്തുത. നാടിനെ മാലിന്യമുക്തമാക്കാൻ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന കുമളി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ യോഗത്തിൽ ആദരിച്ചു. യോഗത്തിൽ കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീല ഹാജി, പഞ്ചായത്ത് അംഗങ്ങളായ വിനീത അഖിൽ, സിറിൽ യോഹന്നാൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജയ്മോൾ മനോജ്, PTCF ഗവേണിംഗ് ബോഡി അംഗം ഷാജി കുരിശുമൂട്, വണ്ടിപ്പെരിയാർ പോളിടെക്നിക് NSS കോർഡിനേറ്റർ ഇർഷാദ് ഖാദർ, ഇക്കോ ഡെവലപ്മെന്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സൂരജ് ഭാസ്കർ, തേക്കഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഫ്രാൻസിസ് M. യോഹന്നാൻ എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.